ഹലോ കൂട്ടുകാരെ, ഞാൻ എൻ്റെ മുളക് തോട്ടത്തിലേക്ക് വന്നതാണ്. പച്ചമുളക് തോട്ടം. അങ്ങനെ തോട്ടമെന്നൊക്കെ കേൾക്കുമ്പോൾ നിങ്ങൾ ഞെട്ടരുത് കേട്ടോ. എൻ്റെ തോട്ടം എന്ന് പറഞ്ഞാൽ ആകെ രണ്ട് മൂട് മുളകിനെയാണ് ഞാൻ തോട്ടം എന്ന് പറയുന്നത്. നല്ല ഉണ്ട പച്ചമുളകാണ്, കണ്ട. നല്ല എരിവുള്ള മുളകും നല്ല മണമുള്ള മുളകുമാണ്. പിന്നെ വഴുതനങ്ങയൊക്കെ ഞാൻ കുറച്ച് ദിവസം ഇതിൽ വന്ന് അന്വേഷിക്കാത്തതുകൊണ്ട് താണ്ട് ആമച്ചേട്ടൻ വന്നിരിക്കുന്ന കണ്ടില്ലേ, ഇതാണ് തിന്ന് അരിപ്പ് പോലെ ആക്കും നമ്മുടെ കൃഷി ഇലകളൊക്കെ. വേണ്ട അങ്ങനെ വെച്ചാൽ പിന്നെ പറന്നു പോയോ ദൈവമേ. അതിനെ ഞാൻ എൻ്റെ വഴുതനങ്ങയൊക്കെ ശുഷ്കിച്ച് പോയി. ഇല്ല, വഴുതനങ്ങ നമ്മുടെ അടുത്ത് ദാണ്ട എല്ലാം പോയി. എൻ്റെ കുട്ടായും കൂടെ വരെയാണ്. രാവിലെ തന്നെ കുട്ടായി എൻ്റെ കൂടെ വരെയാണ്. എന്താടാ മക്കളെ, ഇതെന്ത് പൊന്നുമോനെ? അമ്മയുടെ ചക്കര കൂടെ വന്നാ മുളക് പറിക്കാൻ വന്നതാണ്. മക്കൾ മുളക് പറിക്കാൻ വന്നതാണ്. എൻ്റെ കുഞ്ഞ് മുളക് പറിക്കാൻ വന്നതാണ്. പിന്നെ അലോവരയൊക്കെ ഉണ്ട് കേട്ടോ. ഇത് ഈ പച്ചക്കറിയുടെയൊക്കെ വേസ്റ്റുകളൊക്കെ കൊണ്ടിട്ടിട്ട് തന്നെ വളർന്നതാണ്. ഇത് എന്താണെന്നറിയില്ല. മത്തനൊന്നുമല്ല ഇത്, എന്തൊക്കെയാണെന്നറിയില്ല. ഇത് മത്തൻ്റെ ഇലയാണ്. മത്തനാണോ? മത്തൻ്റെ ഇലയ്ക്ക് ഒരു പ്രത്യേക മണമാണ്, അരമുണ്ട് ഈ ഇലയ്ക്ക്. മത്തനാണോ ഇനി വല്ല തടിയങ്കയാണോ? ഏതായാലും നിൽക്കട്ടെന്ന് പിന്നെ ഞാനും വിചാരിച്ച് തന്നെ കിളിർത്ത് വന്നതാ. പച്ചമുളക് കണ്ട, ഇതൊക്കെ കാണുമ്പോൾ ഇല്ലേ, നമ്മൾ സ്വന്തമായിട്ട് നട്ട് അതിലൊരു കാ പിടിക്കുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമല്ലേ. കുറേ ഒച്ചുകളൊക്കെ തിന്നു കേട്ടോ. ഇവിടെ ഭയങ്കര ഒച്ചു ശല്യമാണ്. ഒച്ചു തിന്നതിൻ്റെ ബാക്കിയാണ് ഞാനിത് ഇതിൻ്റെ മണ്ടയിൽ കൊണ്ടുവന്ന് ചട്ടിയോട് കൂടി കൊണ്ട് ഇതിൻ്റെ മണ്ടയിൽ കൊണ്ടുവന്ന് വെച്ചിട്ടാണ് ഇത്രയൊക്കെ വളർന്നു കിട്ടിയത്. അല്ലെങ്കിൽ എല്ലാം ഒച്ചിൻ്റെ വായിലായേനെ, നമുക്കൊന്നും കിട്ടത്തുമില്ലായിരുന്നു. അപ്പോൾ വേറെ പച്ചക്കറികളൊന്നും ഇല്ല കേട്ടോ. ഇതിനെയാണ് ഞാൻ തോട്ടം എന്നൊക്കെ പറയുന്നത്. വെണ്ട, വെണ്ട നിൽക്കുന്നണ്ട, മുതുക്കടിച്ച് നിൽക്കുകയാണ്. അവിടെ നിൽക്കട്ടെന്ന് ഞാനും കരുതി. അതാണ് വെണ്ട. പുതിയ ഫോണിലെടുത്ത വീഡിയോ ആയതുകൊണ്ട് നല്ല ക്ലിയർ ഉണ്ട് കേട്ടോ. നല്ല ക്ലിയർ. നമ്മളെ പുളിഞ്ചി നിൽക്കുകയാണ്, സ്റ്റാർ പുളിഞ്ചിയാണത്. കണ്ടമാനം തത്തകൾ ഇതായി പുളിഞ്ചി മരത്തിൽ വരും. എന്നിട്ട് രാവിലെ വന്നിട്ട് പഴുത്ത പുളിഞ്ചിയൊക്കെ ഉണ്ടെങ്കിൽ മക്കളിറങ്ങ് വീഴും മക്കളിറങ്ങ് വീഴും മക്കളെ. എൻ്റെ പൊന്നുമോനല്ലേ, അമ്മയുടെ പൊന്നുമോൻ. എന്താ കയറി വന്ന എൻ്റെ കുഞ്ഞ് എൻ്റെ കൂടപ്പം. താഴോട്ട് ഇറങ്ങ് വീഴരുത്. അയ്യോ, അമ്മ ഇറങ്ങാൻ പോവാ. പൊന്നെ ഇറങ്ങ്. ഡയാനേ, ഞാൻ ഇറങ്ങുകയാണ്. മഴയൊക്കെ പെയ്ത് തുളി തെറ്റലൊക്കെ ആയിരിക്കുകയാണ്. ഇറങ്ങും മക്കളെ. അയ്യോ എൻ്റെ പൊന്നെ, 18-ാം പടി കയറി വരുന്നതാണ് പാട്. ഇറങ്ങും. ഞാൻ ഇറങ്ങിയാലേ അവനും ഇറങ്ങുള്ളൂ. എന്ത് ചെയ്യാനാ ഈ കുഞ്ഞുങ്ങളെ നീട്ടം. അയ്യോ, എന്തെങ്കിലുമൊക്കെ കൊരുത്തിരുന്ന് കഴിഞ്ഞാൽ അയ്യോ രക്ഷയില്ല. അമ്മ എടാ ഇറങ്ങടാ, അമ്മ ഇറങ്ങുന്നു. ഇതാ ഇവിടെ ഒരു തക്കാളി ഇപ്പോൾ ഉണ്ട്, മുട്ടൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. അവിടെ ഇറങ്ങും മക്കളെ. അമ്മ എടാ ഇറങ്ങടാ നീ. ഞാൻ ഈ സ്റ്റെപ്പിലൊക്കെ പഴയ തുണികളൊക്കെ ഇട്ട് തെറ്റാതിരിക്കാനേ. ഇത് റംബൂട്ടാനാണ്. ഏകദേശം 8 മാസമായി.
ഈ ഒരു തൈ കൊണ്ട് വെച്ചിട്ട് ഇപ്പോൾ കുറച്ചൊക്കെ വളർന്നു, കുറേയൊക്കെ കരിഞ്ഞു പോകണു ഇതിൻ്റെ ഇലയൊക്കെ. നമ്മൾ അഗസ്തിയാണ്, നിങ്ങൾക്കറിയാമോ അഗസ്തി? ചുവന്ന പൂ പിടിക്കുന്ന അഗസ്തി കണ്ട. നമ്മളെ ഡോവർ നിന്നിട്ട് മതിലിൻ്റെ പുറത്ത് കയറിയിട്ട് അവൻ ഇങ്ങനെ വരുന്നവരെയും പോണവരെയൊക്കെ ഇങ്ങനെ നോക്കി നിൽക്കുകയാണ് അവൻ. ഇതാ 4 മണി പൂവിരിഞ്ഞാൽ നീലവാനം പൊന്നണിഞ്ഞാൽ മാനോടും മയിലോടും ലാലലലലലാലലല. പോയി അയ്യോ വയ്യ ഡാനക്കുഞ്ഞെ പോടാ. അവൻ എന്നെയും കൊണ്ടേ പോവുള്ളൂ. അടുക്കളയിലോട്ട് പോയിട്ട് അവൻ എന്തെങ്കിലും തിന്നാൻ കൊടുക്കാൻ വേണ്ടിയാണ് എൻ്റെ കൂടെ ഞാൻ ഇണങ്ങി വരുന്നത്. മിമ്മി വേണോടാ? വേണോ എൻ്റെ പൊന്നിന്? മിമ്മി വേണോ എൻ്റെ ചക്കരയ്ക്ക് മിമ്മി വേണോ? അടുത്ത അവളുമുണ്ട്.